ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി റിവ്യൂലേക്ക് സാർ. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന തമിഴ് മൂവിയാണ് മഹാരാജ എന്നാണ് മൂവിയുടെ പേര്. ഇതിനു മുമ്പായി തമിഴ് ഇൻഡസ്ട്രിയുടെ തിരിച്ചുവരവ് വേണമെങ്കിൽ മഹാരാജയിലൂടെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം എനിക്ക് തോന്നുന്നു സമീപകാലത്ത് ഞാൻ റിവ്യൂ ചെയ്ത അരമന 4 ആയിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചിത്രം തന്നെ അരമന 4. അത്യാവശ്യം ഗരുഡനായിരുന്നു, ബാക്കിയെല്ലാം വൻ പരാജയങ്ങളായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ ആ കൂട്ടത്തിൽ ഒരു വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുന്ന ചിത്രം തന്നെയായിരിക്കും മഹാരാജ. വേണമെങ്കിൽ അവരുടെ തിരിച്ചുവരവ് തന്നെയായിരിക്കാം സാധിക്കുന്ന ചിത്രം തന്നെയാണ് മഹാരാജയിൽ, യാതൊരു സംശയമില്ല. കാരണം 2024 തമിഴ് ഇൻഡസ്ട്രിയിൽ വലിയ ഹിറ്റ് സാധിക്കാൻ വേണ്ടി പോകുന്ന ചിത്രമാണ് ഒരു പക്ഷേ മഹാരാജയും കണ്ടേക്കാം എന്നാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം ഒരേ സമയം കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ പോസിറ്റീവ് റിവ്യൂ തന്നെയാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് മഹാരാജ നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിയത്. അപ്പോൾ മഹാരാജയെക്കുറിച്ച് പറയുമ്പോൾ കുറേ കാലങ്ങൾ മുമ്പ് ഇതിൻ്റെ പോസ്റ്റേഴ്സ് ഇറങ്ങിയിരുന്നു. ആ പോസ്റ്റർ എനിക്കിപ്പോൾ എന്താണ് വിജയ് സേതുപതി പടം, കാരണം അദ്ദേഹത്തിന് മുൻ ചിത്രങ്ങൾ കുറേ ബോംബ് നിരത്തി പൊടിച്ചിരുന്ന ഒരു വ്യക്തിയാണ് വിജയ് സേതുപതി. അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റർ വന്നപ്പോൾ എനിക്ക് യാതൊരു തരത്തിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ സമീപകാലത്ത് അതിൻ്റെ വെറൈറ്റിയുള്ള വേറൊരു പോസ്റ്റർ വന്നിരുന്നു. അത് അത്യാവശ്യം ഒരു പ്രതീക്ഷ എന്തെങ്കിലും സംഭവം ഉണ്ടാകാൻ തോന്നി. അത് കഴിഞ്ഞ് കുറച്ച് കാലത്തിന് ശേഷം അതിൻ്റെ ടീസറും ട്രെയിലറും വന്നു. എനിക്കൊന്നും എന്നിലൊരു മനുഷ്യന് ടീസറും ട്രെയിലറായിരിക്കും വളരെ ഇമ്പാക്റ്റ് ഉണ്ടായത്. കാരണം ആ ടീസറും ട്രെയിലറും വെച്ച് കണ്ടപ്പോൾ എന്തൊക്കെയോ ഉണ്ട്, അല്ലെങ്കിൽ അതിലേക്കാൾ മഹാസംഭവമായിട്ട് ഉണ്ടെന്നുള്ള ഒരു തരത്തിലൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. കാരണം ആ വിശ്വാസം വെച്ച് തന്നെയാണ് ഞാൻ ചിത്രം കാണാൻ തീരുമാനിച്ചത്. കണ്ടിറങ്ങിയപ്പോൾ ആ വിശ്വാസം ഇരട്ടിപ്പിച്ചത് മാത്രമല്ല സന്തോഷകരമായിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് നമുക്ക് മഹാരാജ സമ്മാനിക്കുന്നത്. കാരണം ഒരു തമിഴ് ഇൻഡസ്ട്രി തിരിച്ചുവരവ്, അല്ലെങ്കിൽ വിജയ് സേതുപതി എന്ന് പറയുന്ന നടൻ്റെ ഒരു കംബാക്ക്, ഇതെല്ലാം കൊണ്ട് തന്നെ എനിക്ക് വളരെ സന്തോഷം ഉണ്ടാക്കി. കാരണം ഒട്ടും തന്നെ എനിക്ക് നിരാശപ്പെടുത്താൻ സാധിച്ചില്ല കണ്ടപ്പോൾ. ഇതിൻ്റെ ഡയറക്ഷൻ തിരക്കൻ നിതിലൻ സ്വാമിനാഥനാണ്. അദ്ദേഹം പുതിയൊരു ഡയറക്ടറാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ കാശ് നോക്കിയാൽ വിജയ് സേതുപതി, അനുരാഗ് കശ്യപ്, അഭിരാമി, മമത മോഹൻദാസ്, അതേപോലെ തന്നെ വിജയ് സേതുപതി മകളായി അഭിനയിച്ച ഒരു കുട്ടിയുണ്ട്. അങ്ങനെ ചെറിയ വിധത്തിലുള്ള പേരുകൾ അറിയില്ല, അതുകൊണ്ടാണ് ആരെ പേരും എടുത്ത് പറയാത്തത്. നമുക്കറിയാം ഇതിൻ്റെ ട്രെയിലറിൽ എന്താണ് വ്യക്തമാകുന്നത്. കാരണം ഒരു പൊരുൾ കാണാതാവുന്നു, അത് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാൻ വരുന്നു, പിന്നീട് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതിനോട് 100% നീതി പുലർത്തുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലൈമാക്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഇമോഷണൽ രംഗങ്ങളൊക്കെ ആണെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് പ്രേക്ഷകർക്ക് കണ്ടിന്യൂസ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പൊരുൾ കാണാതാകുമ്പോൾ പോലീസുകാരെല്ലാം ഇടപെടുമ്പോൾ ഈ വ്യക്തി പറയുന്നു ഇത്ര പൈസ കൊടുത്തിട്ടാണെങ്കിലും എനിക്കത് കണ്ടെത്തി തരുമെന്ന് പറയുന്നു. അപ്പോൾ അവർക്ക് ഡൗട്ട് തോന്നുന്നു, എന്തായിരിക്കാം വെറും ഒരു പൊരുളല്ല, അതിനേക്കാൾ ഉപരി അതിൽ വിലപ്പെട്ടത് എന്തോ ഉണ്ടെന്ന് കണ്ടെത്തുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത കാരണം ആ പോലീസുകാർക്കൊപ്പം കാണുന്ന പ്രേക്ഷകരിലേക്കും എത്തിക്കാൻ ഇതിൻ്റെ തിരക്കഥയ്ക്ക് സാധിച്ചു തന്നെയാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്. എനിക്ക് മറ്റൊരു പോസിറ്റീവായിട്ട് എടുത്ത് പറയുമ്പോൾ ഡ്യൂറേഷൻ തന്നെയാണ്, ഏകദേശം 2.5 മണിക്കൂറുള്ളൂ. ആ 2.5 മണിക്കൂർ കാണുന്ന പ്രേക്ഷകനെ എവിടെയും ബോറടിപ്പിക്കുന്നത് തന്നെയാണ് എടുത്ത് പറയേണ്ട മറ്റൊരു പോസിറ്റീവ് എനിക്ക് പറയാനുള്ളത്. ആ ബോറടിപ്പിച്ചത് കാരണം അതിനോട് മറ്റൊരു നട്ടലെന്ന് പറയാൻ സാധിക്കുന്നത് കാരണം തിരക്കഥ തന്നെയാണ്. ആ തിരക്കഥ വരെയും ബോറടിപ്പിക്കുന്നില്ല. കാരണം ഇമോഷൻസും കോമഡി എന്ന് പറയുമ്പോൾ വെറും ഡാർക്ക് ഒരു കോമഡി തന്നെയാണ്, സിറ്റുവേഷൻ കോമഡീസ് അവർ യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ അത്രയും സീരിയസ് ആയിട്ട് ഒരു വ്യക്തി കാര്യം പറയുമ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് അത് കോമഡി ആക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ ചിരിക്കാൻ തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു പോസിറ്റീവ് തന്നെയാണ്. കാരണം ഒരുപാട് ഓവർ ആക്ടിങ് ചളിയോ ഒന്നും തന്നെ ഇല്ലാതെ ഒരു സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ ആ കോമഡിയെ തോന്നിപ്പിക്കാൻ കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലം തന്നെയായിരുന്നു. എല്ലാം കൊണ്ട് യോജിച്ച് പോകുന്നുണ്ട്. മറ്റൊരു കളർ ഗ്രേഡിങ് തന്നെയാണ്. കാരണം കളറെല്ലാം തന്നെ ഒരേ തരത്തിൽ പോകുന്നുണ്ട്. സപ്പോർട്ടിംഗ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന പശ്ചാത്തലമാണെങ്കിലും അതിന് സപ്പോർട്ട് ചെയ്യുന്ന BGM ആണെങ്കിലും എല്ലാം കൊള്ളാമായിരുന്നു. BGM എന്ന് പറയുമ്പോൾ എന്താ പറയുക, നായകർക്ക് ഒരുപാട് മാസ് ഡയലോഗോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ എന്താണ് ആ സമയത്ത് കാണുന്ന പ്രേക്ഷകരിലേക്ക് സാധിക്കുന്നത്, ആ ഒരു തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ നായകൻ ഇങ്ങനെ ആയിരിക്കണം പ്രതികരിക്കണം എന്നുള്ള തോന്നലുണ്ട്. നമ്മൾ കയ്യടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു BGM തന്നെ കൊടുത്തിട്ടുള്ളത്. അതൊരു പഴയക്കാരൊരു ക്ലാസിക്കൽ ഇമോഷണൽ ടച്ചോട് കൂടിയിട്ടുള്ള BGMഉം എല്ലാം കാര്യങ്ങളും നിറച്ചുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ബോറടിപ്പിക്കുന്നില്ല. ഒക്കെ തന്നെയാണ് എടുത്തുപടം മികച്ചൊരു പ്രകടനം തന്നെയാണ്. കാരണം വിജയ് സേതുപതി എന്ന് പറയുന്ന നടൻ്റെ മികച്ച പ്രകടനം തന്നെയാണ്. കാരണം നമുക്കറിയാം അദ്ദേഹം അഭിനയത്തിൻ്റെ കാര്യത്തിൽ വേറൊരു ഐറ്റം തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ വിജയ് സേതുപതിയാണ് ഈ ചിത്രം കൊണ്ടുപോകുന്നത്. കാരണം ഈ മഹാരാജ എന്ന് പറയുന്ന കഥാപാത്രം കാണുമ്പോൾ നമുക്ക് തോന്നും അത് വിജയ് സേതുപതി അല്ല മഹാരാജയാവുന്നു. അത് തന്നെയാണ് ഓരോ പ്രേക്ഷകർക്കുള്ള ഒരു വിജയമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ചിത്രം കാണുമ്പോൾ അതിൽ ഉള്ള ഒരു കഥാപാത്രം അത് താനോ അല്ലെങ്കിൽ കാണുന്ന നമ്മളതിലേക്ക് ഇറങ്ങി ചെല്ലണം. അതൊരു തോന്നൽ ഇതിൽ ഓരോ കഥാപാത്രം കാണുമ്പോൾ നമ്മളിലേക്ക് എത്തുന്നുണ്ട്. കാരണം അത് മറ്റൊരു പോസ്റ്റ് പ്രകടനങ്ങൾ തന്നെയാണ്. കാരണം അവർക്ക് കൊടുത്തിട്ടുള്ള അതേ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ആ ക്യാരക്ടറുടെ അല്ലെങ്കിൽ എന്താണ് ആ ക്യാരക്ടർ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, ഒരു കണക്ടിവിറ്റി, ആ എല്ലാ കാര്യങ്ങളും ഈ ഓരോ പ്രേക്ഷകരും അല്ലെങ്കിൽ ഓരോ കഥാപാത്രങ്ങളും വ്യക്തമാക്കി തന്നെ പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നുണ്ട്. അതൊരു പോസിറ്റീവാണ്. കാരണം ആ പോസിറ്റീവ് തോന്നണമെങ്കിൽ ആ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം തന്നെ മികച്ച രീതിയിൽ തന്നെ അഭിനയിക്കണം. ഇതിൽ ഓരോ വ്യക്തികളും മികച്ചതാക്കി തന്നെ പറയാൻ സാധിക്കും. ഒട്ടും തന്നെ ഒരു വെറുപ്പിക്കുന്ന ഒരു പ്രകടനം ആരും കാഴ്ചവെച്ചില്ല.
കാരണം തീർച്ചയായിട്ടും അതിഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെ ഓരോ വ്യക്തികളും കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ അനുരാഗ് കശ്യപിനെ കുറിച്ച് ഇപ്പോൾ പറയുമ്പോൾ അദ്ദേഹം ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു സൈക്കോ ഒരു ഭാഗത്ത് വില്ലൻ പോലുള്ള ഒരു ക്യാരക്ടറാണ്. വയലൻസ് എന്ന് പറയുമ്പോൾ ആ ജാതി വയലൻസ് തന്നെയാണ് എടുത്ത് കാണിച്ചത്. കാരണം അവിടെ എഡിറ്റിങ്ങോ പരിപാടിയോ കാര്യങ്ങളൊന്നുമില്ല. കഴുത്ത് മുറിക്കുന്ന പറയുമ്പോൾ കഴുത്ത് മുറിക്കുന്നതായിട്ട് ശരിക്കും തന്നെ കാണിച്ചിട്ടുണ്ട്. കൈ മുറിക്കുമ്പോഴും പല ഭാഗത്താണെങ്കിലും ഒരു ചോരക്കളി തന്നെയാണ് കുറച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോകുന്നത്. കാരണം ആ ഭാഗത്ത് അങ്ങനെയുള്ള സീൻ വേണമെന്നായിരുന്നു. കാരണം അവിടെ കൂടുതൽ എഡിറ്റിങ്ങോ പരിപാടിയോ കാര്യങ്ങളൊന്നും ഇല്ല തന്നെ. പിന്നെ എടുത്ത് പറഞ്ഞ അഭിരാമിയുടെ മികച്ച പ്രകടനം തന്നെയാണ്. കാരണം അഭിരാമി നമുക്കറിയാം മലയാളത്തിൽ നിന്നും തമിഴിലേക്ക് പോയിട്ടുള്ള ഒരു നടിയാണ്, നമ്മുടെ മലയാള നടി തന്നെയാണ്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഈ തമിഴ് സിനിമയിൽ കണ്ടപ്പോൾ എന്താ പറയുക ഞാൻ ചെറിയൊരു കുടുംബിനോട് വിഷമമാകുന്നു. പക്ഷേ ആ വ്യക്തി വളരെ നല്ല രീതിയിൽ തന്നെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ കണ്ടു ചെയ്തു. നമുക്ക് കാണുമ്പോഴും അവരോട് നല്ല ഒരു എന്താ പറയുക ഒരു സെൻറ്റിമെൻറ്റ്സ് തോന്നുന്ന ഒരവസ്ഥ തന്നെയായിരുന്നു. അതുപോലെ തന്നെ വിജയ് സേതുപതി മകളായി അഭിനയിച്ച ഒരു വ്യക്തിയുണ്ട്, ആ കുട്ടിയുടെ പേര് എനിക്കറിയില്ല. ഒരു മികച്ച പ്രകടനം തന്നെ കാഴ്ചയെന്ന് പറയാൻ സാധിക്കും. കാരണം തുടക്കം തൊട്ട് ഒടുക്കം വരെയും. കാരണം എല്ലാവർക്കും എന്താ പറയുക ചെറുത് വലുതെന്നുള്ള ഒരു വേഷമില്ലാതെ കാണുന്ന ഓരോ പ്രേക്ഷകർക്കും അല്ലെങ്കിൽ ഓരോ കഥാപാത്രങ്ങൾക്കും ആ പ്രേക്ഷകർക്ക് കണ്ടു ചെയ്യുന്ന വിധത്തിൽ അവർ ഇമോഷൻസ് എല്ലാം തന്നെ ടച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദിവ്യഭാരതി ഉണ്ട്. കാരണം അവർക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല, ഒരു ചെറിയൊരു സ്പേസിലാണ് കടന്നു പോകുന്നത്. അപ്പോൾ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഒരു ഇൻ്റർവെൽ ബ്ലോഗായിരുന്നു. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ വിജയ് സേതുപതി അല്ലെങ്കിൽ ആ നടൻ്റെ ഒരു അഴിഞ്ഞാട്ടം ഒരു ആളിക്കത്തൽ എന്ന് പറയുന്ന ഒരു പ്രകടനം തന്നെയായിരുന്നു അതിൽ ഇൻ്റർവെല്ലിൽ കൊടുത്തത്. കാരണം ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം, അതിൻ്റെ മാസമായിട്ടുള്ള കുറച്ച് ക്ലാസ് ആയിട്ടുള്ള ഒരു ബാരഡ് സ്കോറും കാര്യങ്ങളൊക്കെ സമ്പന്നമായിക്കൊണ്ട് തന്നെ ഇൻ്റർവെല്ലിൽ ഒട്ടും പ്രതീക്ഷ സിംപ്ലിസിറ്റിയോട് തന്നെ കൊടുത്തു. അതിനുശേഷം പിന്നെ ചിത്രം കത്തി കയറുന്നുണ്ട്. കാരണം ഇമോഷണലി നല്ല കണ്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ വിജയ് സേതുപതി മകളും തമ്മിലുള്ള പല പല സീൻസും അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് കാണുമ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര ടച്ചിങ് ആണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുക. മറ്റൊരു പ്രത്യേകതയായി തോന്നുന്നത് ഇതിൻ്റെ ക്ലൈമാക്സ് ആയിരുന്നു. കാരണം ഇതിൻ്റെ ക്ലൈമാക്സ് സമീപകാലത്ത് ഒരു മലയാള ചിത്രത്തിൽ ഉണ്ടായിരുന്ന ക്ലൈമാക്സ് ആണ് ഇപ്പോൾ അടുത്ത് റിലീസ് ചെയ്ത ചിത്രത്തിൻ്റേത്. അത് തീർച്ചയായിട്ടും അത് കണ്ടപ്പോൾ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ തമിഴ് ഇൻഡസ്ട്രിയുടെ ഒരു മാറ്റം അത് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം കുറച്ചൊക്കെ ആ ക്ലൈമാക്സിലുള്ള കോപ്പിയുടെ ആണെങ്കിലും എന്താണെന്ന് അറിയില്ല. പക്ഷേ എങ്കിൽ പോലും അതിൽ വന്നിട്ടുള്ള ഒരു മാറ്റവും നമ്മളൊട്ടും പ്രതീക്ഷിച്ച ചില ഭാഗങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് മറക്കാം. കാരണം മലയാള സിനിമ വേറെ തമിഴ് സിനിമ വേറെ, എങ്കിലും നല്ലൊരു അനുഭവം തന്നെയാണ് മഹാരാജ് എനിക്ക് സമ്മാനിച്ചത്. കാരണം മഹാരാജ് എന്ന് പറയുമ്പോൾ ഒരു മഹാസംഭവം തന്നെയാണ് ഇറുക്ക് എന്ന് പറയാൻ സാധിക്കും. കാരണം ഓരോ വ്യക്തികളുടെ ഒരു പ്രകടനങ്ങൾ, അതുപോലെ ഡയറക്ഷൻ, സ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ ബാഡ് സ്കോർ, പശ്ചാത്തലമായി വരുന്ന മറ്റുള്ള സീൻസ് ബൈ എഡിറ്റിംഗ് എല്ലാം കൊണ്ടും ഒരു ഓക്കെ ലെവൽ തന്നെയായിരുന്നു മഹാരാജ. അപ്പോൾ തീർച്ചയായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ച് എന്ന് പറയാൻ സാധിക്കുന്ന നല്ലൊരു ചിത്രം തന്നെയാണ് മഹാരാജ. അപ്പോൾ തീർച്ചയായിട്ടും കാണാത്തൊരു കണ്ടു നോക്കുക, അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ മഹാരാജ കണ്ടിട്ടുള്ള വ്യക്തിയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ പുതിയ ചിത്രത്തിൻ്റെ റിവ്യൂ ആയിട്ട് കാത്തിരിക്കുക. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.